എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് രണ്ട് സ്പെഷ്യൽ ഡിഷാണ് തയ്യാറാക്കുന്നത്. എഗ് റോളും ക്രീമി എഗ് റോളും. ഇത് തയ്യാറാക്കാനായി നമുക്ക് ഗോതമ്പ് പൊടി, മുട്ട, ക്യാരറ്റ്, കാബേജ്, സബോള, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിയില ഇതെല്ലാം ആവശ്യമാണ്. ഇനി ഇതിൻ്റെ അളവൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോതമ്പ് പൊടി ആണെങ്കിൽ ഒരു 4-5 ചപ്പാത്തിക്ക് ഉണ്ടാക്കാനുള്ള അളവ്, അതുപോലെ മുട്ട 3 എണ്ണം, സബോള 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് 1 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്, കാബേജ് ചെറുതാക്കി കട്ട് ചെയ്തത്, മുളക് പൊടി 1 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, മയോണൈസ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. നമുക്ക് ആദ്യം ചപ്പാത്തി ഒന്ന് കുഴച്ച് വെക്കണം. ഞാനിവിടെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 4-5 ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യം മുട്ടയാണ്. അതായത് ഒരു 2 മുട്ട ഞാനിപ്പോൾ ഇതിലേക്ക് ഉടച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പുപൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. അതായത് മുളക് പൊടി 1 സ്പൂണ്, ഗരം മസാലപ്പൊടി 1/2 സ്പൂണ്, ഉപ്പുപൊടി 1/4 സ്പൂണ് ഇതെല്ലാം ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. മുട്ട അടിച്ചു പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. എല്ലാ ചപ്പാത്തി അങ്ങനെ പരത്തി കഴിഞ്ഞു. നമുക്കിനി ഇത് ചുട്ടെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, അത് വേവിക്കൊന്നും വേണ്ട. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സബോള, കാബേജ്, ക്യാരറ്റ് ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നന്നായിട്ട് കനം കുറച്ചരിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വേവിക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ ഇതിലിടുന്നേക്കാം മുമ്പ് ഇതിനെല്ലാം ഓരോ ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിരുന്നു. അതായത് കാബേജ്, ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ ഓരോ സ്പൂൺ വീതം ഞാൻ മാറ്റി വെച്ചിരുന്നു. ഞാനിനി വേറൊരു ചപ്പാത്തി കൂടി കാണിക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്കിതിൽ സ്വല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ചപ്പാത്തി ചുട്ടെടുക്കാം. ചപ്പാത്തി ചുടാനായിട്ട് ഞാൻ ഒരു ചപ്പാത്തി കല്ല് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാവുമ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാം.
നമുക്ക് സ്വല്പം എണ്ണ അതിലേക്ക് തടവി കൊടുക്കാം. നമുക്ക് എല്ലാ ചപ്പാത്തി ഇതുപോലെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തു. ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. നമുക്കിതിൽ തന്നെ വെച്ചിട്ട് മുട്ട പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ സ്വല്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അടിച്ചു വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ച് ചപ്പാത്തിയുടെ തന്നെ വലിപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ചുട്ടുവെച്ച ചപ്പാത്തി വെച്ചിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് വേവിക്കുക. അതായത് മറിച്ചിടുക, എന്നിട്ട് സ്വല്പം ഒന്ന് ഇതാവുമ്പോൾ പിന്നെയും മറിച്ചിടുക. അങ്ങനെ 1-2 വട്ടമായിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാം ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. ആദ്യം മുട്ട ഒഴിച്ച് ആക്കിയതിന് ശേഷം ചപ്പാത്തിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കറക്റ്റായിട്ട് എടുക്കാം. എല്ലാതും അങ്ങനെ ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീമൊക്കെ ആഡ് ചെയ്ത് റോളാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ചപ്പാത്തി മുട്ടയും കൂടിയിട്ടുള്ളത് വെക്കുകയാണ്. അതിൻ്റെ മേലേക്ക്, അതായത് മുട്ടയുടെ മേലേക്ക് വേണം നമ്മൾ ക്രീം ആഡ് ചെയ്യാനായിട്ട്. ക്രീം എന്ന് പറയുന്നത് മയോണൈസാണിത്. മയോണൈസ് എല്ലാവരും നന്നായി പുരട്ടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചൂടാക്കി വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്.
നമ്മൾ നേരത്തെ ഒരു പാനിൽ വെജിറ്റബിൾസൊക്കെ ചൂടാക്കിയിരുന്നല്ലോ, അത് ഇതിലേക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് റോളായിട്ട് ചുരുട്ടിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. ചപ്പാത്തി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് വേറെ കറികളൊക്കെ ഉണ്ടായിട്ടാണല്ലോ സാധാരണ ഉണ്ടാക്കാറ്. ഇതൊരു പ്രത്യേകതയാണ്. നമ്മൾ ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങനെ എല്ലാ റോളുകളും തയ്യാറാക്കാം. നമുക്ക് മയോണൈസ് ഇല്ലാതെ എഗ് റോൾ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട ഉടച്ചൊഴിക്കാം. അതിന് ശേഷം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് മല്ലിയില, സബോള, ക്യാരറ്റ്, കാബേജ് ഇതെല്ലാം നേരത്തെ ചെറുതാക്കി കട്ട് ചെയ്തത് മാറ്റി വെച്ചിരുന്നല്ലോ, അതെല്ലാം ഓരോ സ്പൂൺ വീതം ആഡ് ചെയ്യാം. അതിന് ശേഷം മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് പൊരിച്ചെടുക്കാം. ഇത് ഒരു സൈഡ് മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റേ ഭാഗം നമ്മൾ ചപ്പാത്തി വെക്കുകയാണ്. മുന്നത്തെ ക്രീമി എഗ് റോൾ ചെയ്ത പോലെ തന്നെ അതിൽ നമ്മൾ എഗ്ഗ് മാത്രമായിട്ടാണ് ആക്കിയതിൽ എഗ്ഗിൽ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ അടിഭാഗം കറക്റ്റായിട്ടുണ്ടാവും. നമുക്കതിൻ്റെ മേലേക്ക് ഇപ്പോൾ ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഒന്ന് അമർത്തിയതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് വേവിക്കാം. ഇതിലിനി മയോണൈസൊന്നും പറ്റേണ്ട ആവശ്യമില്ല. നമുക്കിത് റോളാക്കിയെടുക്കാം. അങ്ങനെ ഈ എഗ് റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രീമി എഗ് റോളും രണ്ട് രീതിയിലാണ് നമ്മളിവിടെ ചെയ്തത്. ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോളുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി.